ധനൻ നാട്ടിലെല്ലാം ഗൗരിയെ അന്വേഷിച്ചു. ഒരിടത്തും കണ്ടുകിട്ടിയില്ല. ഒടുവിൽ ആര്യൻ്റെ വീട്ടിലേക്ക് ധനൻ എത്തി. ഗേറ്റ് പുറത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അടുത്ത വീട്ടിൽ അന്വേഷിച്ചപ്പോൾ ആര്യൻ്റെ അമ്മ 2 ദിവസമായിട്ട് വീട്ടിലില്ല. അവർ കല്യാണത്തിനും വന്നിരുന്നിരുന്ന് ധനൻ ഓർത്തു. അപ്പോഴേക്കും അവൻ്റെ ഫോണിൽ അർജുൻ്റെ കോള് വന്നു. ധന, എന്തായി? ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. എനിക്കാകെ ഭ്രാന്ത് പിടിക്കുന്നു അർജുൻ. ആര്യൻ മണ്ഡപത്തിലുണ്ടായിരുന്നു. ഗൗരി അവനെ കണ്ടതുമാണ്. ഒറ്റയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ടും അവൾ കേട്ടില്ല. ഞാൻ അങ്ങോട്ട് വരാം. എനിക്കിവിടെ ഇരുന്നിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല. കാലിൽ പ്ലാസ്റ്റർ വെട്ടിയിട്ടേ ഉള്ളൂ. പഴയ ശക്തി കാലിനില്ല. ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാം. അർജുൻ വരണ്ട. ഇല്ല ധന, ഞാൻ ഇറങ്ങി. പോകുന്നില്ലെന്ന് വാശി പിടിച്ചവളെ ഞാനാണ് തള്ളിവിട്ടത്. പാവം ഇപ്പോൾ എവിടെയാണെന്നോ ഒന്നും അറിയാതെ. ഞാൻ ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാർ ഇവിടെ എത്തിക്കാൻ. ഞാൻ വരാം. ധനൻ മറുത്തു പറയും മുൻപേ അർജുൻ കോള് കട്ട് ചെയ്തു. ധന. കവലയിൽ നിന്നും അവൻ്റെ കൂട്ടുകാരൻ രാജേഷ് ഓടി അവൻ്റെ അടുത്തേക്ക് പോയി. ഗൗരി ആര്യനും പിണക്കമെല്ലാം തീർത്തോ? രാജേഷ് ചോദിച്ചപ്പോൾ ധനൻ സംശയത്തോടെ അവനെ നോക്കി. നീ എന്താ അങ്ങനെ ചോദിച്ചത്? ഉച്ചയ്ക്ക് ഗൗരി ഇവിടെ ബസ്സിന് നിന്നിരുന്നു. കുറച്ച് കഴിഞ്ഞ് ആര്യൻ്റെ കാറ് അവളുടെ അടുത്തേക്ക് വന്നു. കാറ് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഗൗരി അവിടെ ഇല്ലായിരുന്നു. അവൻ്റെ കൂടെ പോയതാണെന്ന് തോന്നുന്നു. അങ്ങനെയല്ല രാജേഷേ, ഗൗരിയെ കാണാനില്ല. അവൾ ഇതുവരെ തിരിച്ചു വന്നിട്ടുമില്ല. അവളെ അന്വേഷിച്ചാണ് ഞാൻ നടക്കുന്നത്. ഗൗരി കാറിൽ കയറിയതായിരിക്കില്ല. അവൻ പിടിച്ചുകൊണ്ട് പോയതായിരിക്കും. ധനൻ തലയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ്റെ കാർ നേരെ പോയത് അവൻ്റെ പണ്ടത്തെ വീടില്ലേ, പാടത്തിൻ്റെ അങ്ങേ അറ്റത്തുള്ളത്. അങ്ങോട്ടേക്കാണെന്ന് സുബിൻ പറഞ്ഞത്. അതാ ഞാൻ ചോദിച്ചത്, അവർ തമ്മിലുള്ള പ്രശ്നം മാറിയോന്ന്. ഇതവൻ്റെ കളിയാ. ഗൗരിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. നിൽക്ക്, ഞാനും വരാം. രാജേഷ് കൂടി കാറിൽ കയറിയിരുന്നു. ധനൻ അവിടുത്തെ ലൊക്കേഷൻ അർജുന് സെൻഡ് ചെയ്തു. അർജുൻ വരുന്ന വഴിക്കാണ് ആര്യൻ്റെ പഴയ വീട്. ഇവന് ഇത്രയൊക്കെ ആയിട്ടും അഹങ്കാരം കുറഞ്ഞില്ലല്ലോ ധന. നിന്നെ അവളെയും അവനല്ലേ കുടുക്കിയത്? രാജേഷ് അരിശത്തോടെ പറഞ്ഞു. എന്നെയല്ലടാ, ഗൗരിയെ കീഴ്പ്പെടുത്താനായിരുന്നു അവൻ്റെ പദ്ധതി. പക്ഷേ അങ്ങനെയൊക്കെ സംഭവിച്ചു. അവൾ രക്ഷപ്പെടുകയും ചെയ്തു. ഇന്നവൻ നടന്നു പോകില്ല, ഇഴഞ്ഞേ പോകൂ. ധനൻ ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടി വിട്ടു. ഗൗരി കണ്ണു തുറന്നു നോക്കുമ്പോൾ അവളൊരു കസേരയിൽ ബന്ധിക്കപ്പെട്ട നിലയിലായിരുന്നു. തൊട്ടുമുന്നിലെ കസേരയിൽ തലയ്ക്കു പിന്നിൽ കൈകൾ അമർത്തി കെട്ടിവെച്ച് അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അവൻ. ഗൗരി ഭയത്തോടെ അവനെ നോക്കി. ഉണരൂ വേഗം നീ സുമറാണി, വന്നു ഗായകൻ. ആര്യൻ മൂളിപ്പാടിക്കൊണ്ട് എഴുന്നേറ്റ് അവളെ നോക്കി. നിനക്കിനി എന്നെ ദ്രോഹിച്ചു മതിയായില്ലേ? അഴിച്ചു വിടടാ എന്നെ. ഗൗരി കലങ്ങിയ കണ്ണുകളോടെ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. സ്നേഹം എങ്ങനെയാണ് ഗൗരി ദ്രോഹമാകുന്നത്? ഞാൻ നന്നായി ഭയന്നിരുന്നു നീ ധനൻ്റെ ഭാര്യയാകുമോ എന്ന്. പക്ഷേ അവിടെ പേടിക്കേണ്ടതായി ഒന്നും സംഭവിച്ചില്ല. പക്ഷേ നീ തിരിച്ചു പോയാൽ എനിക്കിനി ഒരിക്കലും നിന്നെ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. ഇന്ന് നമ്മുടെ വിവാഹമാണ് ഗൗരി. അന്ന് നിനക്കായി ഞാൻ വാങ്ങി വെച്ചിരുന്ന താലിയായത്. പോക്കറ്റിൽ നിന്നും താലിമാല വലിച്ചെടുത്തുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ ഗൗരി നടുക്കത്തോടെ അവനെ നോക്കി. കെട്ടിയിട്ടൊരു പെണ്ണിനെ താലി കെട്ടാൻ നോക്കുന്നത് ആണത്തമല്ല ആര്യ. പിന്നിൽ ആരുടെയോ ശബ്ദം കേട്ടപ്പോൾ ആര്യൻ ഞെട്ടി തിരിഞ്ഞു നോക്കി. പരിചയമില്ലാത്തൊരു മുഖം. പക്ഷേ ഗൗരി ആശ്വാസത്തോടെ സമാധാനത്തോടെ അവനെ നോക്കി. ആരടാ നീ? നീ എങ്ങനെ ഇവിടെ വന്നു? അതൊക്കെ ഞാൻ പറയാം. ആദ്യം നീ അവളെ അഴിച്ചുവിട്. അർജുൻ. അവൾ കരച്ചിലോടെ വിളിച്ചപ്പോൾ അർജുൻ അവളെ നോക്കി കണ്ണു ചിമ്മി. ആര്യൻ പകയോടെ രണ്ടുപേരെയും നോക്കി. ഓഹോ, ഇവിടുന്ന് പോയിട്ട് നിന്റെ പുറതി ഇവൻ്റെ കൂടെ ആയിരുന്നു അല്ലടി ഓരുമ്പെട്ടവളെ. ആര്യൻ അവളുടെ മുടിക്കുത്തിൽ പിടിച്ചു വലിച്ചപ്പോൾ ഗൗരി കരഞ്ഞുപോയി. അർജുൻ ആര്യനെ പിടിച്ചു വലിച്ച് തള്ളിയിട്ടു. കുടിച്ചിരുന്നത് കൊണ്ട് തന്നെ ആര്യന് ബാലൻസ് കിട്ടാതെ നിലത്ത് വീണു. അർജുൻ വേഗം തന്നെ ഗൗരിയുടെ കെട്ടുകൾ അഴിച്ചുമാറ്റി. പിന്നിലൂടെ ആര്യൻ ആക്രമിക്കാൻ ചെന്നപ്പോൾ ധനനും രാജേഷും അവിടെ എത്തി അവനെ പിടിച്ചു തള്ളി. ഗൗരി ആശ്വാസത്തോടെ അർജുൻ്റെ നെഞ്ചിൽ വീണ് പൊട്ടിക്കരഞ്ഞു. അർജുൻ അവളെ ചേർത്ത് പിടിച്ചു. പൊന്ന മോനെ, പലവട്ടം നിന്നെ വെറുതെ വിട്ടത് അമ്മാവനെ ഓർത്തിട്ടാ. ഇനി നീ 2 കാലിൽ നടക്കില്ല. ധനൻ അവിടെ കിടന്നൊരു തടിക്കഷ്ണമെടുത്ത് അവനെ അടിക്കാൻ ഓഞ്ഞതും അർജുൻ അവനെ തടഞ്ഞു. വേണ്ട ധന, പോലീസ് കേസായാൽ ശരിയാവില്ല. വിവാഹരാത്രിയിൽ നിന്നെയും കാത്തൊരു പെണ്ണുണ്ട് വീട്ടിൽ. ഇവനെ പോലെയുള്ള നശിച്ച ജന്മങ്ങളെ കൈവച്ച് സ്വന്തം ജീവിതം ഇല്ലാതാക്കരുത്. അർജുൻ പറഞ്ഞപ്പോൾ ദേവിയുടെ മുഖം ഓർമ്മ വന്നതും ധനൻ തടിക്കഷ്ണം നിലത്തിട്ടു. ഗൗരി, നിനക്ക് എൻ്റെ ഭാര്യയാവാൻ സമ്മതമാണോ? സിനിമയിലൊക്കെ കാണുന്നത് പോലെ വില്ലൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ നായികയെ താലുകെട്ടി ഹീറോയാകാനല്ല. ഇനി ഒരുത്തനും നിന്നിൽ അവകാശം പറഞ്ഞു വരാതിരിക്കാൻ, നിന്റെ നിഴൽവട്ടത്ത് പോലും വരാതിരിക്കാൻ. സമ്മതമാണെങ്കിൽ ഈ താലി കൊണ്ട് തന്നെ
ഞാൻ നിന്റെ കഴുത്തിൽ താലി ചേർത്താം. ഗൗരി അത് കേട്ട് സ്തംഭിച്ചു പോയി. ധനന്റെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു. ആര്യൻ പകയോടെ ചാടി എണ്ണീറ്റ് അവർക്ക് നേരെ തടിക്കഷ്ണം വീശിയപ്പോൾ അരയിൽ നിന്നും ഗണ്ണെടുത്ത് അർജുൻ അവന് നേരെ ചൂണ്ടി. ആര്യൻ ഭയത്തോടെ പിന്നിലേക്ക് നോക്കി. ഗൗരിയും ധനനും രാജേഷും പകപ്പോടെ അവനെ നോക്കി. ഇനി ഒരടി അനങ്ങിയോ പൊട്ടിക്കും ഞാൻ. ഈ അർജുൻ ആരാണെന്ന് നിനക്കറിയില്ല ആര്യ. നീ ഇതുവരെ ചെയ്തു കൂട്ടിയ ലോക്കൽ കളികളല്ല അർജുൻ്റേത്. തോക്ക് ചൂണ്ടി അർജുൻ പറയുമ്പോൾ ആര്യൻ പിന്നിലേക്ക് നീങ്ങി നിന്നു. ഇനി മുതൽ ഇവൾ ഗൗരി കൃഷ്ണ അർജുൻ്റെ ഭാര്യയാണ്. എൻ്റെ ഭാര്യയുടെ നിഴൽവെട്ടത് നിന്നെ കണ്ട കൊന്ന് കുഴിച്ചു മൂടി ഞാൻ. അർജുൻ അരയിൽ തോക്ക് തിരുകി നിലത്ത് കിടന്ന താലിമാല എടുത്തു. അത് അവളുടെ കഴുത്തിലേക്ക് ചേർക്കും മുൻപേ സമ്മതത്തിനെന്ന പോലെ അവളെ നോക്കി. ഗൗരി കണ്ണുകളടച്ച് കൈകൂപ്പി. അർജുൻ താലി അവളുടെ കഴുത്തിൽ ചാർത്തി. ധനൻ സന്തോഷത്തോടെ ആ കാഴ്ച ഫോണിൽ പകർത്തി. ആര്യൻ പകയിരുന്ന കണ്ണുകളോടെ അവരെ നോക്കി. ഗൗരിയെ ചേർത്ത് പിടിച്ച് അർജുൻ ആര്യന് നേരെ തിരിഞ്ഞു. ഇനി ഒരിക്കലും നീ ഗൗരിക്ക് പിന്നാലെ വരരുത്. വന്നോ തീർത്ത് കളയും ഞാൻ. ഇനിയുള്ള കാര്യം മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. ധനൻ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങിയപ്പോൾ രാജേഷ് അവനെ പുച്ഛിച്ച് നോക്കിക്കൊണ്ട് ലുങ്കി മടക്കി കുത്തി പുറത്തേക്കിറങ്ങി. ഗൗരി ഒരുതരം മരവിപ്പിലായിരുന്നു. കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് അവൾക്കൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. അർജുൻ വീട്ടിലേക്ക് വാ. ഇനിയിപ്പോൾ ഈ രാത്രിയിൽ അപ്പച്ചിയുടെ അടുത്തേക്ക് പോകണ്ട. ഗൗരിയെ കിട്ടിയെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ധനൻ പറഞ്ഞപ്പോൾ അർജുൻ അവനെ നോക്കി. വേണ്ടടാ, നീ പോയിക്കോ. ദേവി നിന്നെ കാണാതെ ടെൻഷൻ അടിച്ചിരിക്കുകയല്ലേ. ഗൗരിയെ കിട്ടിയെന്ന് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ടാണ് നീ വന്നതെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അത് വേണ്ട. നീ ഇവളുടെ ആരാണെന്നും എന്താണ് സംഭവിച്ചെന്നും എല്ലാവരും അറിയണം. ഗൗരിയുടെ അച്ഛൻ അവിടെ കാത്തിരിക്കുന്നുണ്ട്. ഗൗരിയെ കാണാതെ അമ്മാവൻ ഒരുപാട് വിഷമിച്ചിരുന്നു. വാ അർജുൻ. ധനന്റെ നിർബന്ധത്തിൽ അർജുൻ മേലിടത്തേക്ക് പോകാമെന്നേറ്റു. പോകുന്ന വഴിക്ക് രാജേഷിനെ ധനൻ വീട്ടിലിറക്കി അവനോട് താങ്ക്സും പറഞ്ഞു. ദേവിയെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വസുന്ധര. മാഷിനെ സമാധാനിപ്പിക്കുകയായിരുന്നു വിശ്വനാഥൻ. മുറ്റത്ത് ധനന്റെ കാറ് വരുന്നത് കണ്ട് മാഷ് വേഗം എണ്ണീറ്റു. പിന്നാലെ മറ്റൊരു കാർ വരുന്നത് കണ്ട് സംശയത്തോടെ നോക്കി. ധന, ഗൗരി? മാഷത് ചോദിച്ചപ്പോൾ തന്നെ ഗൗരി ഡോറ് തുറന്നിറങ്ങിയിരുന്നു. അവൾ ഓടി വന്ന് അച്ഛൻ്റെ നെഞ്ചോട് ചേർന്നു. അദ്ദേഹം അവളെ ചേർത്ത് പിടിച്ചു. ചേച്ചി! ദേവി ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അർജുൻ കാർ തുറന്നിറങ്ങിയപ്പോൾ മറ്റുള്ളവർ സംശയത്തോടെ അവനെ നോക്കി. ഗൗരിയെ രക്ഷിച്ചത് അർജുനാണ്. ധനൻ പറഞ്ഞപ്പോൾ അവൻ ആരാണെന്നായിരുന്നു വിശ്വനാഥൻ്റെ ചിന്ത. എല്ലാം പറയാച്ച, ആദ്യം എല്ലാവരും അകത്തേക്ക് കയറ്. ധനൻ പറഞ്ഞപ്പോൾ എല്ലാവരും അകത്തേക്ക് കയറി. ദേവിയുടെ ചുമലിൽ ചാരിയിരിക്കുകയായിരുന്നു ഗൗരി. ധനൻ അർജുനെ കണ്ടുമുട്ടിയത് മുതലുള്ള കാര്യങ്ങൾ എല്ലാവരോടുമായി പറഞ്ഞു. മാഷിൻ്റെ മുഖത്തെ ആദി അർജുൻ വ്യക്തമായി കണ്ടിരുന്നു. ഞാൻ ആരാണ്, എന്താണ് എന്നൊക്കെ അറിയാനുള്ള അങ്കിളിന് ആധീനമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഗൗരിയെ മനസ്സുകൊണ്ട് തന്നെയാണ് ഞാൻ താലി കിട്ടിയത്. ഗൗരിക്ക് എന്നോട് താല്പര്യക്കുറവുണ്ടായതായി എനിക്കറിയില്ല. ഇനി ഞാൻ ആരാണെന്ന് പറയാം. അർജുൻ പേഴ്സിൽ നിന്നും അവൻ്റെ കാർഡെടുത്ത് മാഷിന് നേരെ നീട്ടി. മാഷ് അത് വാങ്ങി നോക്കി. മാഷ് അത്ഭുതത്തോടെ അവനെ നോക്കി. കോവിലകം ഇൻഡസ്ട്രീസിൻ്റെ ഏക അവകാശിയും അതിൻ്റെ തന്നെ MD-യുമാണ് അർജുൻ ചന്ദ്രശേഖർ എന്ന ഞാൻ. ധനനും വിശ്വനാഥനും പകപ്പോടെ അവനെ നോക്കി. അർജുൻ, നീ കോവിലകം ഗ്രൂപ്പിൻ്റെ ഓണറാണെന്നോ? ധനൻ അറിയാതെ ചോദിച്ചു പോയി. അർജുൻ ഒന്ന് പുഞ്ചിരിച്ചു. കോവിലകത്തെ കുട്ടിയാണെങ്കിൽ മാഷിൻ്റെ മകൾ ഭാഗ്യവതിയാണ്. പണ്ടുകാലം മുതലൊക്കെ മേലെടുത്തും കോവിലകവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ചെമ്പ്രശ്ശേരിയും ആറ്റുവാശ്ശേരിയും മേലിടത്തെ കോവിലകവുമായി അഭേദ്യമായ ബന്ധം പുലർത്തിയിരുന്നവരായിരുന്നു. കഥകൾ ഒരുപാടുണ്ട്. കുട്ടിയുടെ കാരണവന്മാർ? വിശ്വനാഥൻ ചോദിച്ചു. ആരുമില്ല ഇപ്പോൾ. എനിക്ക് ചെറുപ്പത്തിലെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ടു. ഒരു തീർത്ഥയാത്ര പോയതാണ് അച്ഛനും അമ്മയും. എന്നെ മുത്തശ്ശിയെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. പക്ഷേ അവർ തിരികെ വന്നത് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ജീവനില്ലാത്ത രൂപങ്ങളായിട്ടായിരുന്നു. ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന സമയം മുത്തശ്ശിയും എന്നെ തനിച്ചാക്കി പോയി. പിന്നെ എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആദ്യമൊക്കെ നന്നായി ബുദ്ധിമുട്ടി. ഗൗരി അർജുനെ തന്നെ പകപ്പോടെ നോക്കിയിരിക്കുകയായിരുന്നു. വസുന്ധര ചായ കൊണ്ടുവന്ന് കൊടുത്തു. പിന്നെ ഒരു ഗ്ലാസ് പാലിൽ പഞ്ചസാര ഇട്ട് കൊടുത്തു. താലികെട്ട് കഴിഞ്ഞ് വന്നവരല്ലേ, അതിപ്പോൾ ഏത് സാഹചര്യത്തിലായാലും മധുരം കഴിക്കുന്ന ചടങ്ങ് നടത്തണം. ഗൗരി, ഇങ്ങോട്ടിരിക്കെ കുട്ടി. വസുന്ധര പറഞ്ഞപ്പോൾ ദേവി ഗൗരിയെ എഴുന്നേൽപ്പിച്ച് അർജുൻ്റെ അടുത്ത് കൊണ്ടുവന്നിരുത്തി. ഗൗരി വിറയലോടെ മുഖം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. ആദ്യം അർജുൻ്റെ കയ്യിൽ പാൽ ഗ്ലാസ് കൊടുത്തു. അവൻ പകുതി കുടിച്ച് ഗൗരിക്കും കൊടുത്തു. പോയി ഫ്രഷായി ഭക്ഷണം കഴിക്കാൻ വാ അർജുൻ. കാല് ശ്രദ്ധിച്ചോണം. നീരിറങ്ങിയ കാല് നോക്കി ധനൻ പറഞ്ഞു.
ദേവി അവർക്കൊരു മുറി കാണിച്ചു കൊടുത്തു. അർജുന് കാലുവയ്യാത്തത് കൊണ്ട് താഴത്തെ മുറിയാണ് കാണിച്ചു കൊടുത്തത്. പിന്നെ വസുന്ധരയും ദേവിയും കൂടി ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചു. 10 മണി കഴിഞ്ഞു. അർജുന് ധനൻ ഒരു കാവി ലുങ്കിയും ടീഷർട്ടും കൊടുത്തു. ഗൗരിക്ക് ദേവിയുടെ ഒരു ടോപ്പും പാൻറ്റും കൊടുത്തു. ഗൗരി കുളി കഴിഞ്ഞ് വരുമ്പോൾ അർജുൻ കാലുയർത്തി വെച്ച് ബെഡിലിരിക്കുകയായിരുന്നു. വേദന കൊണ്ട് അവൻ്റെ മുഖം ചുളുങ്ങുന്നത് ഗൗരി കണ്ടു. മരുന്നെടുത്തില്ലല്ലോ, വേദനയ്ക്കിപ്പോൾ എന്താ ചെയ്യുക? ഗൗരി ആകുലതയോടെ ചോദിച്ചപ്പോൾ അർജുൻ അവളെ നോക്കി. സാരല്ല, കിടന്നാൽ മാറും, ബലം കൊടുത്തിട്ടാണ്. വരൂ, ഭക്ഷണം കഴിക്കാം. അർജുൻ പതുക്കെ എഴുന്നേറ്റ് അവളുടെ പിന്നാലെ നടന്നു. റിസപ്ഷന് ബാക്കി വന്ന ഫുഡായിരുന്നു അത്. പുലാവും അപ്പവും വെജ് മഞ്ചൂരിയനും ഒക്കെ ഉണ്ടായിരുന്നു. അർജുൻ നോൺ വെജ് കഴിക്കുമോ? ധനൻ ചോദിച്ചു. ഇല്ല, കോവിലകത്തെ ചെറുതിലുള്ള ശീലമായിരുന്നു. വലുതായപ്പോഴും അത് മാറ്റിയില്ല. അർജുൻ പുഞ്ചിരിയോടെ പറഞ്ഞു. നിങ്ങൾ 4 പേരും ഇരിക്കുക, ഞാൻ വിളമ്പിക്കോളാം. വസുന്ധര പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വിളമ്പിക്കൊടുത്തു. പാത്രം എച്ചിൽ കളഞ്ഞ് സിങ്കിൽ വെള്ളം ഒഴിച്ചിട്ടു. രാവിലെ പണിക്ക് വരുന്ന മാധവിയാണ് പാത്രമൊക്കെ കഴുകാറ്. വസുന്ധര 2 പേരുടെയും കയ്യിൽ ഓരോ ഗ്ലാസ് പാല് കൊടുത്തു. ദേവിക്ക് നാണമാണെങ്കിൽ ഗൗരിക്ക് ഒരുതരം നിർവികാരതയായിരുന്നു. വസുന്ധര അവളുടെ കവിളിലൊന്ന് തലോടി. ഏത് സാഹചര്യത്തിലും തന്നെ സംരക്ഷിക്കാൻ തയ്യാറാവുന്ന ഒരു പുരുഷനാണ് മോളെ ഒരു സ്ത്രീയുടെ ഭാഗ്യം. വൈകിയാണെങ്കിലും അങ്ങനെ ഒരാൾ നിന്റെ ജീവിതത്തിലും വന്നു കഴിഞ്ഞു. മോൾക്കിനി കരയേണ്ടി വരില്ല. ധൈര്യം വെച്ചല്ല, ഇന്നു മുതൽ നിന്റെ പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. അങ്ങനെ കരുതിയാൽ മതി, വസുന്ധര അവളോട് പറഞ്ഞു. ഗൗരി പതുക്കെ മുറിയിലേക്ക് നടന്നു. അവൾ ചെല്ലുമ്പോൾ അർജുൻ ബെഡിൽ ചാരിയിരുന്ന് കാലും നീട്ടിവെച്ച് ഫോണിൽ എന്തോ നോക്കിയിരിക്കുകയായിരുന്നു. അവളെ കണ്ടപ്പോൾ അവനൊന്ന് പുഞ്ചിരിച്ചു. ഗൗരി തിരിച്ചും. അവൾ വാതിലടച്ച് അവനെ നോക്കി. പാല് അമ്മായി തന്നതാ, എനിക്ക് വേണ്ടടോ, താൻ കുടിക്കുക. കളയണ്ടെന്ന് കരുതി ഗൗരി അത് കുടിച്ചു. ഗ്ലാസ് കഴുകി വായും കഴുകി വന്ന് ബെഡിലിരുന്നു. പരസ്പരം ഇരുവർക്കുമിടയിൽ ഒരു മൗനം കടന്നു വരുന്നുണ്ട്. ഇന്നലെ വരെ വെറും സുഹൃത്തുക്കളായിരുന്നവർ ഇന്ന് വാതോരത് സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്നു. പരസ്പരം മുഖത്തേക്ക് നോക്കാനാകാതെ പരിഭ്രമിക്കുന്നു. ഗൗരി, അർജുൻ അവളുടെ അടുത്തേക്ക് കുറച്ച് നീങ്ങിയിരുന്നു കൊണ്ട് വിളിച്ചു. ഗൗരി അവനെ മുഖമുയർത്തി നോക്കി. നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് പലതും സംഭവിച്ചത്. അപ്പോൾ ആ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യാനാണ് എനിക്ക് തോന്നിയത്. ആര്യൻ എന്ന വിഷസർപ്പത്തിൽ നിന്നും തന്നെ എന്നേക്കുമായി രക്ഷിക്കാൻ ആ സമയം ദൈവം അങ്ങനെ ഉപായമാണ് തോന്നിപ്പിച്ചത്. അതിനപ്പുറം ആദ്യമായി കണ്ടപ്പോൾ തന്നെ തന്നോട് എനിക്കെന്തോ തോന്നിയിരുന്നു. ജീവിതത്തിൽ ആദ്യമായാണ് എൻ്റെ വേദന കണ്ട കരയുന്നൊരു പെണ്ണിനെ ഞാൻ കണ്ടത്. പിന്നെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും ആരുമില്ലാതെ ഒറ്റയ്ക്കായി പോയപ്പോഴും ആ മുറിക്കുള്ളിൽ താൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഒന്ന് നിവർന്നിരിക്കാൻ പോലും ആകാതെ കഷ്ടപ്പെട്ടപ്പോഴാണ് ദൈവത്തെ പോലെ ധനൻ അവിടേക്ക് വന്നത്. എല്ലാം നിയോഗമാണ് ഗൗരി. അല്ലെങ്കിൽ ആര്യനെ താലിച്ചരടിൽ കുടുങ്ങിക്കിടക്കലായിരുന്നോ തൻ്റെ ജീവിതം? ഗൗരി കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. സത്യമാണ്, ആര്യനൊപ്പം ഒരു ജീവിതം ചിന്തിക്കാൻ പോലും കഴിയില്ല. ഗൗരി അവൻ്റെ കാലിലേക്ക് നോക്കി. നീര് വന്ന് വീർത്തിട്ടുണ്ട്. പ്ലാസ്റ്റർ വെട്ടിയിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ. അർജുൻ കിടന്നു, കാലിലൊക്കെ നീരിറങ്ങി. ഞാൻ അവിടെ കിടന്നോളാം. സോഫ ചൂണ്ടിക്കാണിച്ച് ഗൗരി എഴുന്നേറ്റ് പോയപ്പോൾ അർജുനൊരു നെടുവീർപ്പോടെ അവളെ നോക്കി. ഒരുമിച്ച് കിടക്കാനോ ബെഡിൽ കിടക്കാനോ പറയാനുള്ള അവകാശമില്ല തനിക്ക്. അവൾ മാനസികമായി തയ്യാറാവട്ടെ എന്ന് അർജുൻ കരുതി. ഗൗരിക്കോ അർജുനോ ഉറക്കൊന്നിരുന്നില്ല. പക്ഷേ തൻ്റെ പ്രണയം സാഫല്യമായതിൻ്റെ ആലസ്യത്തിൽ തൻ്റെ നെഞ്ചിൽ മുഖമമർത്തി കിടക്കുകയായിരുന്നു ദേവി. പിറ്റേന്ന് രാവിലെ അർജുൻ ഉണരുമ്പോൾ ഗൗരി റൂമിലുണ്ടായിരുന്നില്ല. അർജുൻ പതിയെ എണീറ്റ് ബാത്റൂമിൽ പോയി ഫ്രഷായി വന്നു. അപ്പോഴേക്കും കുളി കഴിഞ്ഞ് ചായയുമായി ഗൗരി വന്നിരുന്നു. രാവിലെ തന്നെ പോണം ഗൗരി, കമ്പനിയിൽ ഒരുപാട് കാര്യങ്ങൾ പെൻഡിങ്ങിലാണ്. മാത്രവുമല്ല 2 പ്രോജക്റ്റും പെൻഡിങ്ങിലാണ്. അത് നഷ്ടപ്പെട്ട കമ്പനിയെ അത് ബാധിക്കുകയും ചെയ്യും. പോകുമ്പോൾ ടീച്ചറിനെ കൂടെ കൊണ്ടുപോകണം. എങ്ങോട്ട്? കോവിലത്തേക്ക്. ഗൗരി അവനെ പകപ്പോടെ നോക്കി. അർജുൻ, ഞാനൊരു കാര്യം പറയട്ടെ? ഗൗരി അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. പറയേ. നമ്മുടെ വിവാഹമെന്ന് പറയാൻ പറ്റുമോ? കഴുത്തിൽ ഒരു താലി കെട്ടി. അങ്ങനെയല്ലല്ലോ, നമ്മുടെ രജിസ്റ്റർ വിവാഹം ഉടനെ നടത്തണം. അത് കഴിഞ്ഞ് അമ്പലത്തിൽ വെച്ചൊരു താലി കെട്ടും. അതിനുശേഷം അർജുനൊപ്പം ഞാൻ എവിടെ വേണമെങ്കിലും വരാം. അവളുടെ ആവശ്യം ന്യായമാണെന്നറിയാവുന്നത് കൊണ്ട് തന്നെ അർജുൻ സമ്മതം മൂളി.
അവൾ പറഞ്ഞ കാര്യം ധനനോട് സൂചിപ്പിക്കുകയും ചെയ്തു. മുതിർന്നവരുടെയും അഭിപ്രായം അതായിരുന്നു. അതിനുവേണ്ട കാര്യങ്ങൾ തയ്യാറാക്കാൻ പറഞ്ഞിട്ടാണ് എല്ലാവരും അവരെ യാത്രയാക്കിയത്. നാട്ടിൽ നിന്നും വണ്ടി നീങ്ങി തുടങ്ങുമ്പോൾ കഴിഞ്ഞുപോയ ഓരോന്നും ഗൗരിയുടെ മനസ്സിൽ കടന്നു വന്നു. ഓർക്കാൻ നല്ലതൊന്നും തന്നെ ആ നാട് തനിക്ക് സമ്മാനിച്ചിട്ടില്ല. ബാധ്യതയായിരുന്നു എല്ലാം. കണ്ണുകൾ നിറഞ്ഞു വന്നപ്പോൾ ഗൗരി തുടച്ചു മാറ്റുന്നത് അർജുൻ. അംബിക അവരെ കാത്ത് വരാന്തയിലുണ്ടായിരുന്നു. അവരെത്തിയപ്പോൾ ഉമ്മറപ്പടിയിൽ തന്നെ നിർത്തി വേഗം അകത്തേക്ക് പോയി. തിരിച്ചു വരുമ്പോൾ കയ്യിൽ കത്തിച്ചൊരു നിലവിളക്കുണ്ടായിരുന്നു. ഗൗരിയുടെ കയ്യിൽ നിലവിളക്ക് കൊടുത്ത് അകത്തേക്ക് കയറ്റി. അകത്തേക്കിരുന്നപ്പോൾ അംബിക പുഞ്ചിരിയോടെ ഇരുവരെയും നോക്കി. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു ജീവിക്കണേ എന്ന്. അതേതായാലും നടന്നു. ഇനി നിയമപരമായി കൂടി ഒന്നാവണം. എങ്കിലേ ജീവിതത്തിനൊരർത്ഥം ഉണ്ടാവും. ടീച്ചറെ, ഞാൻ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ സമ്മതിക്കുമോ? അർജുൻ ചോദിച്ചപ്പോൾ അംബികയെ അവനെ നോക്കി. വിവാഹം കഴിഞ്ഞു പോകുമ്പോൾ കോവിലകത്തേക്ക് എൻ്റെ അമ്മയായി ടീച്ചർ വരില്ലേ? കയ്യിൽ പിടിച്ചുകൊണ്ട് വേദനയോടെ പ്രതീക്ഷയോടെ ചോദിക്കുന്നവനെ കണ്ണീരോടെ ചേർത്ത് പിടിച്ചു. അവരെ പുഞ്ചിരിയോടെ നോക്കിയിരുന്നു ഗൗരി. അർജുൻ വീണ്ടും കമ്പനിയിൽ പോയി തുടങ്ങി. ഗൗരി സ്കൂളിലും. ഇതിനിടെ വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കി. നോട്ടീസ് പീരീഡ് അറിഞ്ഞ് കാർത്തിക എതിർപ്പുമായി വന്നെങ്കിലും മാഷ് സപ്പോർട്ട് ചെയ്തു. അതോടെ കാർത്തികയുടെ വാ അടഞ്ഞു. ഗൗരിയെയും ദേവിയെയും കൂടെ മാഷ് വീട്ടിൽ നിന്നും കാർത്തികയെ ഇറക്കി വിട്ടു. അവർ സ്വന്തം വീട്ടിലേക്ക് പോയി. അന്നത്തെ തല്ലി കിട്ടിയതിനു ശേഷം ആരും വീട്ടിലേക്ക് പോയിട്ടില്ല. ഏതോ ലോഡ്ജിലായിരുന്നു താമസം. കാർത്തികയും ആര്യൻ്റെ അമ്മയും കൂടി ഇപ്പോൾ തറവാട്ടിലാണ് താമസം. ഗൗരിയോടും അർജുനോടും ഉള്ള പക ഊതി ഊതി കത്തിക്കുകയായിരുന്നു ആര്യൻ. ഒരു അവസരം ലഭിച്ചാൽ തിരിച്ചടിക്കുമെന്ന് തന്നെ അവൻ മനസ്സിലുറപ്പിച്ചു. ചില ദിവസം അർജുൻ കോവിലകത്താണ് കിടക്കുന്നത്. ഓഫീസിൽ നല്ല തിരക്കുള്ള സമയമാണെങ്കിൽ ഡ്രൈവ് ചെയ്തു വരാൻ ബുദ്ധിമുട്ടാണ്. ഒരു പ്രൊജക്റ്റിന്റെ മീറ്റിങ്ങിന് വേണ്ടി പൂനെയിലേക്ക് പോകുകയാണ് അർജുൻ. ഒരാഴ്ച കഴിഞ്ഞേ തിരിച്ചു വരൂ. അതുകൊണ്ട് തന്നെ ധനനും ദേവികയും അംബികയുടെ അടുത്തേക്ക് വന്നിരുന്നു.